കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ജാക്ക് എന്നാണ്. അവൻ ഈ ഓസോൺ ലെയർ ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതുപോലെ അവന്റെ കൂടെ ഉള്ളത് അവന്റെ കൂട്ടുകാരിയാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ഓസോൺ ലെയറിനെ നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ ഒരു ഷിപ്പില് കടലിന്റെ നടുക്കിരുന്നിട്ടും ഓസോൺ ലെയറിനെ നിരീക്ഷിക്കുന്നുണ്ട്. ആ ഷിപ്പിലുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ജാക്കിന്റെ കൂട്ടുകാരൻ. ഇപ്പൊ ഇവരെല്ലാരും കൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓസോൺ ലെയറിൽ എന്തോ ഒരു വിള്ളല് സംഭവിക്കുന്നത്. അങ്ങനെ വിള്ളല് സംഭവിച്ചതും അതിനുള്ളിലൂടെ തണുപ്പ് കയറാനായിട്ട് തുടങ്ങി. മഞ്ഞ് പോലത്തെ തണുപ്പ് അത് കടലിലോട്ട് ഒഴുകാനായിട്ടും തുടങ്ങി. ആ കടലിൽ തന്നെയായിരുന്നു ജാക്കിന്റെ കൂട്ടുകാരനും ഉള്ളത്. കൂട്ടുകാരനൊക്കെ ഒരു ഷിപ്പിൽ പോകുന്നില്ലേ, ആ ഷിപ്പ് ഉള്ളത്. ഈ തണുപ്പ് ചെന്ന് ആ ഷിപ്പിലോട്ട് അടിക്കാനായിട്ട് തുടങ്ങി. ഷിപ്പിലുള്ള ആൾക്കാർ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത്രയ്ക്കധികം തണുപ്പാണ്. -80 തണുപ്പാണ്. അത് മനുഷ്യനെ കൊണ്ട് താങ്ങാനായിട്ട് പറ്റത്തില്ല. ദേഹത്ത് തട്ടിയതും എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോവാണ്. ജാക്കിന്റെ കൂട്ടുകാരനും മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ജാക്കിനെ കാണിക്കുവാണെങ്കിൽ ജാക്കും കൂട്ടുകാരിയും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഓസോൺ ലെയറിൽ വിള്ളല് വീണെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അന്നേരമായിരിക്കും ജാക്കിന്റെ ഫോണിലോട്ട് അവന്റെ ഭാര്യ വിളിക്കുന്നത്. ഭാര്യ ഇപ്പൊ ഒരു വക്കീലിനെ വന്ന് കണ്ടേക്കാണ്. ഭാര്യയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ജാക്ക് കൂടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ജാക്കിനോട് എത്രയും പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയുന്നുണ്ട്. ജാക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാറും എടുത്ത് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ജാക്കിന്റെ ബോസ് വിളിക്കുന്നുണ്ട്. പുതിയ എന്തോ പ്രോജക്റ്റില് ജാക്കിനെ കൂടെ ഉൾപ്പെടുത്താൻ പോണെന്ന് പറഞ്ഞിട്ടാണ് ബോസ് വിളിച്ചേക്കുന്നത്. ബോസിന്റെ കൂടെ ഉള്ള ആളാണ് ബോസിന്റെ ഭാര്യ. അങ്ങനെ ജാക്ക് കാർ ഓട്ടിച്ച് ഭാര്യനെ വന്ന് കാണുകയാണ്. കൂടെ തന്നെ വക്കീലും ഉണ്ട്. ജാക്കിന് ഭാര്യയെ വിട്ട് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഭാര്യ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല. അതായത് ജാക്ക് എപ്പോഴും ജോലിക്ക് പിന്നാലെ അങ്ങനെ നടക്കും. ഭാര്യയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ല. അവൾക്ക് സമയം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ ജാക്ക് പറയാണ്, അവസാനമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് കൂടെ ചെയ്തിട്ട് ഞാൻ എന്റെ എല്ലാ ജോലിയും തീർക്കാം. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാന്ന് പറയുമ്പോൾ ഭാര്യയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയാണ്. ജാക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ സമയം കൊടുക്കാത്തതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം കുറച്ച് സമയം കൂടെ കൊടുക്കാന്ന് ഭാര്യ വിചാരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് ജാക്ക് കാർ എടുത്ത് ജാക്കിന്റെ വീട്ടിൽ വരുന്നുണ്ട്. അവിടെ തന്നെ ജാക്കിന് ഒരു മോളുണ്ട് കേട്ടോ. ജാക്കിനെ കാണുമ്പോഴേ മോള് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. മറ്റൊന്നുമല്ല, ജാക്കും ഭാര്യയും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവല്ലേ. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ മോള് ജാക്കിനോട് വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ജാക്കിനും ആകെ വിഷമാവുന്നുണ്ട്. എന്ത് പറയാൻ പറ്റും, ജാക്കിന്റെ കയ്യിലുള്ള തെറ്റ് കാരണമാണ്. ജാക്ക് ജോലിയുടെ പിന്നാലെ ഒരുപാടധികം നടന്നു, കുടുംബത്തിനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിനുശേഷം ബോസിനെ കാണിക്കുമ്പോൾ ബോസിന്റെ ഭാര്യ ആണെങ്കിൽ എന്തോ ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്. പക്ഷെ ബോസ് പോകുന്നില്ല. കാരണം ബോസിന് വേറെ കുറച്ച് പണികളുണ്ട്. അന്ന് രാത്രിയാവുന്ന നേരത്ത് രണ്ട് മനുഷ്യരാണെങ്കിൽ ഒരു പട്ടിയും കൊണ്ട് ഒരു കാട്ടിൽ വന്നിരിക്കുകയാണ്. അവരവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ പട്ടി വല്ലാത്ത രീതിയിൽ കുരയ്ക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാതെ നിൽക്കുമ്പോഴായിരിക്കും ദൂരെ നിന്ന് കുറേയധികം മഞ്ഞ് ഇവരുടെ അടുത്തോട്ട് വരുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നായിരിക്കും ആ മഞ്ഞ് അവരുടെ ദേഹത്ത് തട്ടിയിട്ട് ഇവർ മൂന്നുപേരും മരണപ്പെട്ടു പോകുന്നത്. ആര്? ആ പട്ടിയും ആ രണ്ട് മനുഷ്യരും. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ജാക്ക് കഴിഞ്ഞ ദിവസം വീട്ടിലല്ല കിടന്നുറങ്ങിയത്, പകരം ഓഫീസിലാണ്. അവൻ അവിടെ കിടന്നുറങ്ങുമ്പോഴായിരിക്കും അവന്റെ കൂട്ടുകാരി അവന്റെ അടുത്തോട്ട് വരുന്നത്. അവന് കോഫിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അന്നേരമായിരിക്കും ജാക്കിന്റെ ഫോണിലോട്ട് ഒരു കോള് വരിക. പെട്ടെന്ന് തന്നെ ജാക്കും കൂട്ടുകാരിയും കൂടെ എന്താ പ്രശ്നം എന്ന് അറിയാനായിട്ട് കോൾ ചെയ്ത ആളുടെ അടുത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അവരൊരു കാര്യം കണ്ട് ഞെട്ടുന്നത്. അതായത് മറ്റൊന്നുമല്ല, കൂട്ടുകാരനൊക്കെ ഒരു ഷിപ്പിൽ പോയില്ലേ, ആ ഷിപ്പാണെങ്കിൽ തണുത്തുറഞ്ഞിട്ട് കരയ്ക്ക് വന്ന് അടിഞ്ഞേക്കുകയാണ്. ഇത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ വിളിച്ചു വരുത്തിയത് ജാക്കിന്റെ ഒരു ബഡ്ഡി കൂട്ടുകാരനാണ്. ബഡ്ഡിക്കും അറിയത്തില്ല കറക്റ്റ് എന്താണ് സംഭവിച്ചതെന്ന്. ഷിപ്പിലുള്ള എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജാക്കിനോട് കൂട്ടുകാരിയോടും ഇത് പറയാണ്. രണ്ടുപേരും കൂടെ എന്താ സംഭവം എന്നറിയാതെ ഷിപ്പിനുള്ളിൽ കയറി പരിശോധിക്കാനായിട്ട് തുടങ്ങും. ഷിപ്പിൽ CCTVയും അതുപോലെ തന്നെ അവസാന നിമിഷത്തിൽ നടന്ന കാര്യങ്ങൾ റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ അതുള്ളൊരു ഹാർഡ് ഡിസ്ക് ഷിപ്പിലുണ്ട്. ആ ഒരു ഹാർഡ് ഡിസ്ക് ജാക്കും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ ഷിപ്പിനുള്ളിൽ കയറി എടുക്കുകയാണ്. ജാക്ക് ആ നേരം ബോസിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ ആ ഷിപ്പിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അകത്തുള്ള എല്ലാ ആൾക്കാരും തണുത്ത് മരവിച്ച് മരണപ്പെട്ടു പോയെന്ന്. പക്ഷെ എത്രമാത്രം തണുപ്പുണ്ടെന്ന് ജാക്കിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂട്ടുകാരിക്കാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. ജാക്ക് അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. പിന്നീട് ജാക്കും കൂട്ടുകാരിയും കൂടെ അവരുടെ ലാബിൽ വരികയാണ്. ആ ഒരു ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിലിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ടൊന്നും ഇല്ല. ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഡേറ്റയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്നും ചെയ്യാനായിട്ടും പറ്റത്തില്ല. അന്നേരമായിരിക്കും ജാക്കിന്റെ ഭാര്യ അവനെ വിളിക്കുന്നത്. ഈ ഭാര്യ ഒരു ഫോറൻസിക് സർജൻ ആണ്. നേരത്തെ മരണപ്പെട്ടു പോയ, അതായത് ഷിപ്പിൽ വെച്ച് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ജാക്കിന്റെ ഭാര്യയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പൊ ഭാര്യ അവന്റെ ഫോണിലോട്ട് വിളിച്ചേക്കുന്നത്. അങ്ങനെ ഭാര്യനെ കാണാനായിട്ട് കൂട്ടുകാരിയോട് ബായും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നീട് ഭാര്യയെ വന്ന് കാണുകയാണ്. ഭാര്യയെ വന്ന് കാണുമ്പോൾ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് ഇവര് മരണപ്പെട്ടിരിക്കുന്നത് -80 ദേഹത്ത് തട്ടിയിട്ടാണ്. അതൊരിക്കലും സാധാരണ രീതി സംഭവിക്കത്തില്ല. ഒന്നെങ്കിൽ ഓസോൺ ലെയർ തകർന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ ജാക്കിന് കാര്യം മനസ്സിലായി. ഓസോൺ ലെയർ എവിടോ തകർന്നിട്ടുണ്ട്, അതുവഴി തണുപ്പ് ഇറങ്ങിയിട്ടാണ് ഷിപ്പിലുള്ള ആൾക്കാർ മരണപ്പെട്ടു പോയെന്ന്. പക്ഷെ അതിനായിട്ടുള്ള ഉറപ്പൊന്നുമില്ല. ഇനി ഓസോൺ ലെയർ പൊട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അത് നശിച്ചു പോയിട്ടില്ലെങ്കിലോ ഒന്നും അറിയാനായിട്ട് പാടില്ല. പക്ഷെ -80 കൂട്ടുകാരൻ മരണപ്പെട്ടു പോയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ജാക്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുകാരിയെ വന്ന് കാണുന്നുണ്ട്.
കൂട്ടുകാരിയോട് ഈ വിവരം പറയുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും സംശയിക്കുന്നത് ഓസോൺ പാളി നശിച്ചിട്ടാവണം, അതിനകത്ത് ചെറിയ വിള്ളൽ ഉണ്ടായിട്ടാവണം അതൊഴി തണുപ്പിറങ്ങി വന്നതെന്നാണ്. ബോസിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ ബോസ് ഈ കാര്യം വിശ്വസിക്കുന്നില്ല. ഓസോൺ പാളി അങ്ങനെയൊന്നും തകരത്തില്ലെന്നാണ് ബോസ് പറയുന്നത്. എന്നാൽ ബോസിന്റെ കൂടെ തന്നെ ഒരു സെക്രട്ടറി ഉണ്ട്. അവർക്ക് വിശ്വാസം വരുന്നുണ്ട്. കാരണം ജാക്കാണ് ഇവരുടെ കൂട്ടത്തിൽ എല്ലാരെക്കാട്ടിയും വലിയൊരു സയന്റിസ്റ്റ്, അത്രയും കഴിവുള്ള സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജാക്ക് പറയുന്നതിൽ എന്തെങ്കിലും കാരണം കാണുമെന്നാണ് സെക്രട്ടറി പറയുന്നത്. പക്ഷെ ബോസ് ജാക്കിനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാനായിട്ടും പാടില്ല. ഓസോൺ പാളി തകരുവാണെങ്കിൽ ഒരുപാടധികം തണുപ്പ് ഉള്ളിലോട്ട് കടക്കും. അങ്ങനെ കടക്കുവാണെങ്കിൽ ഭൂമിയിലുള്ള പകുതിയിലധികം മനുഷ്യരും മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ മനുഷ്യരെ വിവരം അറിയിക്കണം. ഇപ്പൊ ജാക്ക് ഇതിനായിട്ട് പോയി കാണുന്നത് മറ്റാരെയല്ല, അവന്റെ ബഡ്ഡിനെയാണ്. ബഡ്ഡിനോട് ഈ വിവരം പറയുന്നുണ്ട്. ഓസോൺ പാളിയിൽ എവിടെ വിള്ളൽ വീണിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങളോട് എല്ലാരോടും വിവരം പറയണം, നമ്മൾ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണമെന്ന്. പക്ഷേ കൂട്ടുകാരനും അവനെ വിശ്വസിക്കുന്നില്ല. അതായത് ബഡ്ഡി കൂട്ടുകാരനാണ് കേട്ടോ. ഇനിയിപ്പോ ഓസോൺ പാളി തകർന്നിട്ടില്ല, ഞാനിങ്ങനെ മനുഷ്യരെ വിവരം അറിയിക്കുകയാണെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ബഡ്ഡി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ബഡ്ഡി മീഡിയയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിവരം അറിയിക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ബഡ്ഡിയുടെ ജോലി നഷ്ടപ്പെട്ടു പോകും. പിന്നീട് ജാക്ക് ആണെങ്കിൽ ബഡ്ഡിയെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യയെ വിളിക്കുകയാണ്. ഭാര്യയെ വിളിച്ചിട്ട് കാര്യം പറയും, ഇതാണ് ഓസോൺ ലെയർ നശിച്ചു പോകാനായിട്ട് പോവാണ്, ഒരുപാടധികം തണുപ്പ് താഴോട്ട് വരും, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും ഐസ് കട്ടയായി പോകും. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ മാതാപിതാക്കളുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ വിളിച്ച് എന്റെ ലാബിലോട്ട് വരണം. അതേപോലെ ഞാനാണെങ്കിൽ നമ്മുടെ മോളെ വിളിച്ചിട്ട് തിരിച്ച് ലാബിലോട്ട് വരാം, ലാബാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. മറ്റൊന്നുമല്ല, ഭാര്യയോട് പോയിട്ട് ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് നമ്മുടെ ജാക്കിന്റെ ലാബിൽ വരാനായിട്ടാണ് പറയുന്നത്. ഇതും പറഞ്ഞിട്ട് ജാക്ക് ആണെങ്കിൽ അവന്റെ കാറും എടുത്ത് മോളുടെ സ്കൂളിൽ ചെല്ലും. എന്നാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ മോളെ കാണാനായിട്ടില്ല. മോളുടെ കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയെ കണ്ടിട്ട് മോൾ എവിടെ പോയെന്ന് ചോദിക്കും. സ്കൂളിലൊന്നുമില്ല. കൂട്ടുകാരിയാണെങ്കിൽ പറയാനായിട്ട് തയ്യാറാവുന്നുമില്ല. ഇപ്പൊ അത്യാവശ്യമാണ്, ഇപ്പൊ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ജാക്ക് എന്തോ വേവലാതിപ്പെടുമ്പോ കൂട്ടുകാരി എന്തോ പാവം തോന്നിട്ട് ജാക്കിനോട് പറയാണ്, നമ്മുടെ ജാക്കിന്റെ മോളാണെങ്കിൽ കുറച്ച് കൂട്ടുകാരും ഒത്ത് കടലിലോട്ട് പോയിട്ടുണ്ട്. ഇത് കേട്ട് ജാക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജാക്ക് കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ മോളെ കാണിക്കുകയാണെങ്കിൽ മോളും ഒരു കൂട്ടുകാരിയും ഒരു കൂട്ടുകാരനും കൂടെ കടലിൽ വന്നിട്ടുണ്ട്. ഈ കടലിനൊരു പ്രത്യേകതയുണ്ട്. ഓസോൺ പാളി തകർന്നിട്ട് മഞ്ഞ് ആദ്യം തന്നെ വരാൻ പോകുന്നത് ഈ ഒരു കടലിലാണ്. എന്നാൽ ഇതൊന്നും അറിയാൻ പാടില്ലാതെ ഇവര് മൂന്നുപേരും കൂടെ ആ കടലിൽ വന്നേക്കാണ്. അതുപോലെ തന്നെ മോളുടെ കൂട്ടുകാരിയില്ലേ, ആ കൂട്ടുകാരിയുടെ ക്രഷാണ് ഈ പയ്യൻ. ഇപ്പൊ ആ പയ്യനാണെങ്കിൽ കടലിലോട്ട് പോയി സർഫ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബോർഡ് എടുത്തിട്ട് സർഫ് ചെയ്യാണ്. കൂട്ടുകാരിയും അതുപോലെ തന്നെ മോളും കൂടെ കരക്കിരുന്ന് ഇത് കാണുന്നുണ്ട്. ഇവര് നോക്കുമ്പോൾ ദൂരെയായിട്ട് മഞ്ഞ് വരുന്നുണ്ട്. മോളാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് നോക്കാണ്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ജാക്ക് എങ്ങനെയൊക്കെയോ വണ്ടി വേഗതയിൽ ഓടിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങി വരികയാണ്. മോളുടെ അടുത്ത് വരുമ്പോൾ മോള് പേടിച്ചിട്ട്, അച്ഛ എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ വന്നതാണ്, എന്നോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുമ്പോൾ ജാക്ക് പറയും, ഇപ്പൊ അതിനുള്ള സമയമൊന്നുമല്ല, എന്റെ കൂടെ വന്നോ, ആ വരുന്ന മഞ്ഞ് നമ്മളെല്ലാരും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് മോളെ വിളിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ മറ്റേ പയ്യനാണെങ്കിൽ കടലിൽ കിടക്കുന്നത് ജാക്ക് കാണുകയാണ്. ആ പയ്യനോട് എത്രയും പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി വരാനായിട്ട്, അതായത് കരയിലോട്ട് കയറി വരാനായിട്ട് പറയുമ്പോൾ അവൻ ഇത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. അവന് കാര്യം മനസ്സിലാവുന്നില്ല. എന്നാലും ആ ബോർഡ് എടുത്തിട്ട് അവൻ നീന്തി വരുവാണ്. പക്ഷേ അവനെ കൊണ്ട് കരയിലെത്താനായിട്ട് കഴിഞ്ഞില്ല. ആ മഞ്ഞ് അവന്റെ ദേഹത്തടിച്ചതും അവൻ ഫ്രീസായി മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ഇത് കാണുന്ന കൂട്ടുകാരിയാണെങ്കിൽ, അതായത് മോളുടെ കൂട്ടുകാരിയാണെങ്കിൽ ആ പയ്യന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലും. എന്നാലും ഒരു കാര്യമില്ല, ആ മഞ്ഞ് വന്നിട്ട് ഈ കൂട്ടുകാരിയും കൂടെ പൊതിഞ്ഞ് കൂട്ടുകാരിയും ഐസ് കട്ടയാക്കി കൊന്നു കളയാണ്. അതായത് കൂട്ടുകാരിയും മരണപ്പെട്ടു പോവാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് ജാക്ക് ആണെങ്കിൽ മോളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി കാറിന്റെ അടുത്ത് വന്നിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. തൊട്ട് പിന്നാലെ തന്നെ ആ മഞ്ഞുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലെങ്കിൽ ഇവരും അതുപോലെ തന്നെ ഐസ് കട്ടയായി മരണപ്പെട്ടു പോകും. ജാക്ക് നല്ല വേഗതയിൽ വണ്ടി എടുത്ത് പോകുന്ന നേരത്ത് ജാക്ക് ബഡ്ഡീനെ വിളിക്കും. എന്നിട്ട് ബഡ്ഡിയോട് പറയാണ്, ഇതുപോലെ തന്നെ ഓസോൺ പാളി തകർന്നിട്ടുണ്ട്, ഞാൻ മഞ്ഞ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങളെ വിവരം അറിയിക്കണം, അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസിനെയും വിവരം അറിയിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ബഡ്ഡി അവനെ വിശ്വസിക്കുകയാണ്. ആ ജാക്കിനെ വിശ്വസിക്കുകയാണ്. വിവരം അറിയിക്കാനായിട്ട് കൂട്ടുകാരൻ അവിടെ നോടും, അതായത് ബഡ്ഡി കൂട്ടുകാരൻ. ഇതേ നേരം തന്നെ ജാക്കിന്റെ ഭാര്യയാണെങ്കിൽ മാതാപിതാക്കളെ വന്ന് കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ വിളിക്കുകയാണ്, ബാ നമുക്ക് പോവാം, നല്ല തണുപ്പ് വരും, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന്. എന്നാലും മാതാപിതാക്കള് അത് വിശ്വസിക്കുന്നില്ല. തണുപ്പൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും, കുറച്ച് തീയിട്ട് അതിന് ചുറ്റും ഇരുന്നാ മതിയെന്ന്. അപ്പോഴായിരിക്കും ജാക്ക് ഭാര്യനെ വിളിക്കുന്നത്. ഇപ്പൊ ജാക്ക് വിളിച്ചേക്കുന്നത് മറ്റൊന്നിനുമല്ല, ലാബിലോട്ട് വരേണ്ട കാര്യമില്ല. കാരണം ലാബിലോട്ട് വരുമ്പോൾ എന്തായാലും ഭാര്യയ്ക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല. കാരണം ഓസോൺ പാളി തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മഞ്ഞ് അവർ നിൽക്കുന്ന സ്ഥലത്തെത്തും. ഭാര്യയ്ക്ക് ലാബിൽ എത്തിപ്പെടാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ ഭാര്യയും അതുപോലെ തന്നെ മാതാപിതാക്കളും മരണപ്പെട്ടു പോകും. അപ്പൊ അവരോട് ആ വീട്ടിൽ നിൽക്കാനായിട്ടാണ് പറയുന്നത്. ജനലും വാതിലും എല്ലാം അടച്ചിട്ട് ചിമ്മിനിയിൽ തീയിട്ട് അതിന്റെ ചുറ്റും ഇരിക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്കറ്റും കയ്യിലുള്ള തണുപ്പ് മാറ്റാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഉപയോഗിക്കാനായിട്ടും പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ബഡ്ഡി മീഡിയക്കാരെ എല്ലാവരും വിവരം അറിയിച്ചിട്ടുണ്ട്. മീഡിയക്കാരത് ന്യൂസ് ആയിട്ട് കൊടുക്കാണ്. ഹയർ ഒഫീഷ്യൽസും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് ആയിട്ട് അറിഞ്ഞ എന്താ, ജനങ്ങളെല്ലാരും നല്ല രീതിയിൽ പരിഭ്രാന്തരാവാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ചൂടുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വാരി വലിച്ചെടുക്കുന്നുണ്ട്. ഗ്യാസ് ഊറ്റിയൊക്കെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടും. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ വാങ്ങി വെക്കുന്നുണ്ട്
മരിക്കുന്നുണ്ട് ആൾക്കാർ. അതുപോലെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരിക്കാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, മീൻസ് അവൾക്ക് ഷുഗർ ഉണ്ട്. ഇൻസുലിൻ ഇല്ലെങ്കിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ അവൾക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങാനായിട്ടും പറ്റത്തില്ല ഇൻസുലിൻ വാങ്ങാനായിട്ട്. ഇപ്പൊ അവളുടെയിലുള്ള ഇൻസുലിനും തീർന്നു പോയിട്ടുണ്ട്. ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എത്ര ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്നും അറിയത്തില്ല. ഇപ്പൊ ഉള്ള ഇൻസുലിൻ വെച്ച് അവൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസുലിൻ എന്തോ ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ മഞ്ഞ് നല്ല രീതിയിൽ വികസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട്. കുറെ അധികം ആൾക്കാർ അതിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ മഞ്ഞിൽ പെട്ടുപോയിട്ട് കത്തി നശിച്ചു പോവുകയാണ്. വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നുണ്ട്. വേറൊരു അമ്മയും മോനും കൂടെ ആണെങ്കിൽ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ മഞ്ഞ് എവരെയും വന്ന് പൊതിയാണ്. കാറിൽ കയറി സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ അതും നടക്കുന്നില്ല. ആ കാറിനെ ഐസ് കട്ടയാക്കി അമ്മയും മോനെയും കൊന്നു കളയാണ്. ഇതേ നേരം തന്നെ ജാക്കിനെയും മോളെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് ലാബിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ലാബിന്റെ അവിടെ കാർ ഒതുക്കിയിട്ട് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി ലാബിലോട്ട് കയറുകയാണ്. ഇവർ കയറിയതും അങ്ങോട്ട് മഞ്ഞ് വന്ന് ആ ലാബിനെ പൊതിയുന്നുണ്ട്. പക്ഷെ ലാബിൽ ജനറേറ്റർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തണുപ്പുള്ളിൽ കയറത്തില്ല. എല്ലാം സീൽഡ് ആണ്. ചൂടുണ്ടാക്കാനായിട്ട് ജനറേറ്ററും ഉണ്ട്. ഹീറ്റർ പ്രവർത്തിപ്പിക്കാൻ കറണ്ട് ഇല്ലെങ്കിലും ജനറേറ്റർ ഉണ്ട്. ഇതേ നേരം തന്നെ ഭാര്യയും മാതാപിതാക്കളും ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവരെ ആ മഞ്ഞ് വന്ന് പൊതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് വലുതായിട്ടൊന്നും പറ്റുന്നില്ല, കാരണം വീടെല്ലാം സീൽഡ് ആണ്, അകത്തോട്ട് തണുപ്പ് കയറുന്നില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും പുറത്ത് ഡോറിൽ ആരോ കൊട്ടുന്നത്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. ഭാര്യ എത്രയും പെട്ടെന്ന് തന്നെ ഓടി ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഒട്ടും വയ്യ. അവളെയും താങ്ങി പിടിച്ച് അകത്ത് വന്ന് സോഫയിൽ കിടത്താണ്. അവൾക്ക് ഒട്ടും വയ്യ, നല്ല രീതിയിൽ അവശതയാണ്. ആ തണുപ്പ് കൊണ്ടിട്ടുണ്ട്. മുഖം എല്ലാം നല്ല രീതിയിൽ വിണ്ട് കീറിയിട്ടുമുണ്ട്. ആ പെൺകുട്ടി പറയുന്നത് മറ്റൊന്നുമല്ല, അവളുടെ അനിയൻ എന്തിയെ, അനിയനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അനിയൻ ആ മഞ്ഞിൽ പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഭാര്യ പറയാണ് അങ്ങനെയൊന്നും മരണപ്പെട്ടു പോയി കാണത്തില്ല, നിന്റെ അനിയൻ എവിടെയെങ്കിലും കയറി രക്ഷപ്പെട്ട് കാണുമെന്ന്. വീണ്ടും ജാക്കിനെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും മോളെയും കാണിക്കുകയാണെങ്കിൽ ജാക്കും കൂട്ടുകാരിയും കൂടെ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഓസോൺ പാളി എത്ര അധികം നശിച്ചിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക, ഓസോൺ പാളിനെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ബോസിനോട് വിളിച്ച് കാര്യം പറയും, എന്റെ ഒരു പ്ലാൻ ഉണ്ട്, അത് പ്രകാരം നമുക്ക് മുമ്പോട്ട് പോകാന്ന്. എന്നാൽ ബോസ് ജാക്ക് പറയുന്നത് കേൾക്കുന്നില്ല. ബോസിന് വേറെ പ്ലാനാണ്. അതായത് ബോസിന്റെ പ്ലാൻ മറ്റൊന്നുമല്ല, മഗ്നീഷ്യം നിറച്ച മിസൈൽസും അതുപോലെ തന്നെ മഗ്നീഷ്യം നിറച്ച ബലൂൺസും ഓസോൺ പാളിയിലോട്ട് പറത്തി വിടുക. അവിടെ കൊണ്ടുവച്ച് ഇതിനെയൊക്കെ പൊട്ടിത്തെറിപ്പിക്കുക. അപ്പൊ ഈ മഗ്നീഷ്യം കാരണം ഓസോൺ ലെയർ പഴയതുപോലെ ആവും. എന്നാൽ ജാക്കിന് വേറെ ഐഡിയ ആണ്. ജാക്ക് ഇപ്പൊ ബോസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ മഗ്നീഷ്യം വെച്ച് അതെന്തായാലും നടക്കത്തില്ല, കുറച്ചൊക്കെ ചിലപ്പോൾ അടയായിരിക്കും, നിങ്ങൾ ഈ പ്ലാനിൽ ഫെയിൽ ആയി പോകും, തോറ്റുപോകും, ഞാൻ പറയുന്നത് കേൾക്കാൻ. പക്ഷെ ബോസ് കേൾക്കത്തില്ല. എനിക്കറിയാൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ജാക്ക് പറയുന്നത് കേൾക്കുന്നില്ല. ഈ നേരം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഓസോൺ പാളികൾ തകരുന്നുണ്ട്. അങ്ങനെ തകർന്നിട്ട് ആ മഞ്ഞ് താഴോട്ടിറങ്ങി പല രാജ്യത്തും മഞ്ഞായിട്ട് എല്ലാവരും തണുത്തുറഞ്ഞ് മരണപ്പെട്ടു പോകുകയാണ്. ഇതേ നേരം തന്നെ ഭാര്യയും അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരിക്കുകയാണ്. മറ്റേ പെൺകുട്ടിയും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ബോധമില്ല, വയ്യാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇവരങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അച്ഛന്റെ വോക്കി ടോക്കിയിൽ ആരോ സംസാരിക്കുന്നത്. ഏതോ ഒരു പയ്യനാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ പോയിട്ട് തിരിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ ആ പയ്യൻ ഇവരുടെ രാജ്യത്തുള്ളതല്ല, അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നതാണ്. ഇവർ ഓസ്ട്രേലിയയിലും ആ പയ്യൻ അമേരിക്കയിലുമാണ്. പിന്നെ ഇവരുടെയിലുള്ള റേഡിയോ ഡിവൈസ് ഒന്നും വർക്ക് ആവുന്നില്ല. ഇവർക്ക് വാർത്ത അറിയാനായിട്ട് യാതൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യനോട് വോക്കി ടോക്കി വഴി ഒന്ന് ന്യൂസ് കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ പയ്യനും ആ പയ്യന്റെ വീട്ടിലുള്ള റേഡിയോ ഡിവൈസ് ഉപയോഗിച്ച് ഇവർക്ക് ന്യൂസ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവർക്ക് വാർത്ത കേൾക്കാനായിട്ട് പറ്റുന്നില്ല. പുറം ലോകത്ത് എന്താണ് നടക്കുന്നത്, മഞ്ഞ് കുറയോ ഇല്ലയോ അല്ലെങ്കിൽ കുറഞ്ഞോ ഒന്നും അറിയാനായിട്ട് പാടില്ല. ഇതേ നേരം തന്നെ ബോസിന്റെ ഒരു സെക്രട്ടറി ഇല്ലേ, ആ സെക്രട്ടറിക്ക് ജാക്കിനെ അറിയാം. ജാക്കിന് കുറച്ചുകൂടെ ഇവിടെയുള്ള ആൾക്കാരെക്കാട്ടിയും വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ വർക്കാവത്തില്ലെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ജാക്കിനെ സഹായിക്കാനായിട്ട് ബോസിന്റെ ഡേറ്റകളെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ പ്ലാനിന്റെ ഡേറ്റകളെല്ലാം. അതേപോലെ തന്നെ ഈ നേരം ബോസും ബാക്കിയുള്ള മിലിറ്ററിക്കാരും കുറേയധികം ബലൂണിൽ മഗ്നീഷ്യം നിറച്ചിട്ട് ആകാശത്തോട്ട് പറത്തി വിടുന്നുണ്ട്. അതുപോലെ തന്നെ മിസൈലിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനങ്ങളെല്ലാം മുകളിലോട്ട് പോയി പൊട്ടുകയാണ്. ഒരു ആഘാതം തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവര് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ ഒരു ഓസോൺ പാളി അടഞ്ഞില്ല, അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിനുള്ളിലൂടെ വീണ്ടും തണുപ്പകത്തോട്ട് കയറി വരികയാണ്. ഇവര് പ്ലാനിൽ ഫെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവര് മിസൈൽ ലോഞ്ച് ചെയ്യാനായിട്ട് എയർക്രാഫ്റ്റ് കൊണ്ടുപോയ ഒരു വലിയ ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഷിപ്പിലും തണുപ്പടിച്ചിട്ട് ആ ഒരു ഷിപ്പും ഐസായി മാറുകയാണ്. അതിനകത്തുള്ള എല്ലാ മനുഷ്യരും മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ബോസിന്റെ ഒറ്റ പിടിവാശി കാരണമാണ് ഇതെല്ലാം നടന്നത്. ആദ്യമേ ജാക്ക് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടന്നേനെ. അവസാനം ബോസ് ഗതി കെട്ടിട്ടാണെങ്കിൽ ജാക്കിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജാക്കിന്റെ പ്ലാൻ പറയാനായിട്ട് പറയും. ജാക്കിന്റെ പ്ലാൻ മറ്റൊന്നുമല്ല, മിസൈലിൽ നൈട്രജനോ അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റോ നിറച്ചിട്ട് ആ ഒരു ഓസോൺ പാളിയുടെ അവിടെ വെച്ച് പൊട്ടിക്കുക. ഓസോൺ പാളിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ അത് റിപ്പയർ ആയിക്കോളും, ഓസോൺ പാളിയിലുള്ള വിള്ളലെല്ലാം മാറും. എന്നാൽ ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കണം. അത് കമ്പ്യൂട്ടറിലിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ബോസ് ജാക്കിനോട് പറയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ജാക്കിന് ബോസിനോട് ദേഷ്യമൊന്നുമില്ല. ജാക്കും ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്നാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തായിരിക്കും കൂട്ടുകാരി താഴെ കുഴഞ്ഞു വീഴുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ജാക്കും മോളൂടെ കൂട്ടുകാരിയുടെ അടുത്ത് ഓടി ചെല്ലുകയാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലാവും, അതായത് കൂട്ടുകാരി ഇൻസുലിൻ എടുത്തിട്ടില്ല. അവളുടെ ഇൻസുലിൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ
തീർന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഈ തണുപ്പിൽ പെട്ടിട്ട് ഇവിടെ 2-3 ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഈ കൂട്ടുകാരി മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ജാക്ക് പുറത്തോട്ടിറങ്ങാൻ തീരുമാനിക്കുകയാണ്. പഴയതുപോലെ -80 ഇല്ല, പകരം -40 ഉള്ളൂ. അതായത് -40 മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങാനായിട്ട് പറ്റും, സൂക്ഷിച്ചു പോയാലും മതി. അതുകൊണ്ട് തന്നെ ജാക്ക് മോളോട് ബായ് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മോളാണെങ്കിൽ കൂട്ടുകാരിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ, അതായത് കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് കൂട്ടുകാരിയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ണടഞ്ഞു പോയാൽ കൂട്ടുകാരി കോമയിൽ പോകും. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ബോസ് ആണെങ്കിൽ ജാക്കിന്റെ കമ്പ്യൂട്ടറിലോട്ട് വിളിക്കുന്നുണ്ട്. കോൾ എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മോളാണ്. പക്ഷെ മോൾക്ക് ബോസിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ബോസ് പറയുന്നത് ആ കാൽക്കുലേഷൻ സെൻഡ് ചെയ്യാനായിട്ടാണ്. ആ കാൽക്കുലേഷൻ ആൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് സെൻഡ് ചെയ്യാനായിട്ട് മോള് ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് അറിയാവുന്നത് പോലെ സെൻഡ് ചെയ്യാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അവിടുത്തെ കറണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ബോസിനും അതുപോലെ തന്നെ മോൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ കാൽക്കുലേഷന് സെൻഡ് ആയിട്ടില്ല. ഇത്രയും നേരം ജനറേറ്റർ വർക്കായിട്ട് അതിനെന്തോ പറ്റിയതാണ്. അപ്പൊ അത് നേരെയാക്കിയാലേ പറ്റൂ. ഇതേ നേരം ജാക്ക് ആണെങ്കിൽ അവന്റെ കാർ എടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ വരുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റോർ കുത്തി തുറന്ന് അതിന്റെ അകത്ത് കയറാണ്. അകത്ത് കയറിയിട്ട് അവൻ ഇൻസുലിൻ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ആ ഷോപ്പിനുള്ളിൽ തന്നെ ഷോപ്പിന്റെ ഓണർ ഇരിപ്പുണ്ടായിരുന്നു. ജാക്ക് ഒരു കള്ളനാന്ന് വിചാരിച്ചിട്ട് ആ ഒരു മനുഷ്യൻ ജാക്കിനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ ജാക്ക് അയാൾ അടിച്ച് ദൂരോട്ട് തെറിപ്പിച്ചിടുകയാണ്. എന്നിട്ട് ജാക്ക് പറയാണ്, എന്റെ ഒരു കൂട്ടുകാരിക്ക് ഒട്ടും വയ്യ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എടുത്തത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ജാക്ക് അവിടെ നിറങ്ങാണ്. ഇതേ നേരം തന്നെ മോളെയും അതുപോലെ തന്നെ കൂട്ടുകാരിയും കാണിക്കുകയാണെങ്കിൽ കൂട്ടുകാരിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ കറണ്ട് ഇല്ല, ഹീറ്റർ വർക്കിംഗ് അല്ല, ഒരുപാട് തണുപ്പാണ്. ഇവർക്ക് എത്ര നേരം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ ഭാര്യനെ കാണിക്കുകയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് വരുന്നുണ്ട്. അവളുടെ അടുത്ത് വന്നിരുന്ന് അവളെ സമാധാനപ്പെടുത്താനായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പക്ഷേ ഭാര്യ നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു കാര്യം കണ്ട് ഭാര്യ തകർന്നു പോയി അവിടെ ഇരുന്ന് കരയാണ്. മാതാപിതാക്കളും ഇത് കണ്ടിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇതേ നേരം തന്നെ ബോസിനൊരു കോള് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബോസിന്റെ ഭാര്യ പോയില്ലേ ട്രിപ്പിന്, ആ ട്രിപ്പിന് പോയ ഷിപ്പാണെങ്കിൽ മഞ്ഞിൽ പെട്ട് ഷിപ്പിലുള്ള എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബോസിന്റെ ഭാര്യയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആദ്യം ബോസിന് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ സത്യം അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. ബോസും ആകെ തകർന്നു പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ജാക്കിന് കാണിക്കുകയാണെങ്കിൽ അവൻ ആ മരുന്നും എടുത്ത് തിരിച്ചവിടെ വന്നിട്ടുണ്ട്. അതായത് ലാബിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരിയുടെ ദേഹത്ത് അത് കുത്തിവെക്കുകയാണ്. അതുപോലെ തന്നെ ജനറേറ്റർ ഓണാക്കാനായിട്ട് അവൻ താഴോട്ടിറങ്ങി ചെല്ലുന്നുണ്ട്. ആ ജനറേറ്ററിൽ എന്തൊക്കെയോ ചെയ്തിട്ട് അത് ഓണാക്കാണ്. കറണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവൻ അത് ഓണാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരിക്ക് ശരിയായിട്ടുണ്ട്, ഇൻസുലിൻ എടുത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഇവർ വീണ്ടും പണി ചെയ്യാനായിട്ട് തുടങ്ങും. ആ കാൽക്കുലേഷൻ ബോസിന് അയച്ചു കൊടുക്കുകയാണ്. ആ കാൽക്കുലേഷൻ എന്തായാലും സക്സസ് ആവുമെന്ന് ഉറപ്പാണ്. അപ്പൊ ബോസ് ആ പ്രകാരം പ്ലാൻ ഇടുകയാണ്. മിസൈലിനകത്ത് നൈട്രജൻ നിറച്ചിട്ട് മുകളിലോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ആ പ്ലാൻ പ്രകാരം അവർ മിസൈൽ മുകളിലോട്ട് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ടതുപോലെ പതിയെ പതിയെ ആ മിസൈൽ ഓസോൺ പാളിയുടെ അടുത്ത് എത്തിപ്പെട്ടിട്ട് അത് ഒറ്റ പൊട്ടിത്തെറിയാണ്. വലിയൊരു ആഘാതം തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല ആകാംക്ഷയിൽ നിൽക്കുന്നുണ്ട്. എന്താണ് ഇനി അടുത്തത് നടക്കാൻ പോണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ. അങ്ങനെ ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ഓസോൺ പാളി ശരിയാവുകയാണ്. ആ ഒരു ഓസോൺ പാളി മൊത്തത്തിൽ റെഡി ആവുന്നുണ്ട്. അകത്തോട്ട് തണുപ്പ് കയറുന്നില്ല. നമ്മുടെ ജാക്കിന്റെ പ്ലാൻ വർക്കായി. ബോസിനും ജാക്കിനും മോൾക്കും കൂട്ടുകാരിക്കും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വേറെ കുറെ ആൾക്കാർക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ബോസിന് വേറൊരു വിഷമമുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 2-3 ദിവസം കടന്നു പോവാണ്. ഇപ്പൊ തണുപ്പെല്ലാം ഏകദേശം മാറിയിട്ടുണ്ട്, പഴയതുപോലെ നോർമൽ ആയിട്ടുണ്ട്. ഭാര്യനെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും കാണിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും പുറത്തൊരു പോലീസ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ഇവർ 3 പേരും കൂടെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ആ പോലീസ് വണ്ടിയിൽ മോളും അതുപോലെ തന്നെ നമ്മുടെ ജാക്കും ആയിരുന്നു. 2 പേരും കൂടെ പുറത്തോട്ടിറങ്ങി വരികയാണ്. ഭാര്യയ്ക്ക് മോളെ കാണുമ്പോൾ സന്തോഷമാണ്. മോളെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്കിനെ. അതുമാത്രമല്ല, നമ്മുടെ ജാക്കും ഭാര്യയും ഒന്നിക്കുന്നുണ്ട്. വീണ്ടും ഒന്നിക്കുകയാണ്. കാരണം ഇതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ജാക്കിന്റെ ജോലി തിരക്ക് കാരണമാണ് അവൻ ഭാര്യയ്ക്ക് സമയം കൊടുക്കാഞ്ഞത്. ഇനി എന്തായാലും അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുക്കുകയാണ്. 2 പേരും കൂടെ ഒരുമിക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.